നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് സുകന്യ ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് പോവാണ്. ദൈവമേ, ധർമ്മേട്ടൻ ഫോൺ ബെല്ലടിക്കുന്ന കേൾക്കാത്ത ഭാഗ്യം. ഫോൺ സൈലന്റ് മോഡ് ആയതുകൊണ്ട് അറിഞ്ഞില്ല. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് ചുറ്റും നോക്കുവാണ്, ആരെങ്കിലും വരുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ. അതിനുശേഷം ഫോൺ എടുത്തിട്ട് പതുക്കെ ഹലോ പറയണ. അങ്ങേ തലയ്ക്ക് രാജശ്രീ ആയിരുന്നു. രാജശ്രീ ചോദിച്ചു, അല്ല എന്താ സുകന്യ, നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അല്ല ഞാനെന്തിനാ എപ്പോഴും എപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നേ? അല്ല നീ ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരുന്നല്ലേ? നിനക്കാണെങ്കിലോ ആ വീട്ടിൽ എ സി ഇല്ല, നൂറ് നൂറ് പ്രശ്നങ്ങളായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് തണുപ്പൊന്നും അടിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, എങ്ങനെ വരാനാ, ഇവിടെയാണെങ്കിലോ 100 കൂട്ടം പണിയുണ്ട്. ഗോമതി ചേച്ചിനെ സഹായിക്കണം, മീനാക്ഷി രാവിലെ പോവും, പിന്നെ ശ്രീദേവിക്ക് വയ്യല്ലോ, മിത്രയ്ക്ക് പഠിക്കാനും പോണം, പിന്നെ ആരാ ഉള്ളത്? ഞാനല്ലേ ഉള്ളൂ ഗോമതി ചേച്ചിയെ സഹായിക്കാനെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജശ്രീ പറഞ്ഞു, എന്നാലും നിനക്ക് ഇങ്ങോട്ടേക്കൊന്നും വരായിരുന്നു പറഞ്ഞു. ആ സമയം അച്യുത ഫോൺ വാങ്ങിയിട്ട് അച്യുതന് ചോദിച്ചു, അല്ല സുകന്യെ, നീ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് പോയത്, എന്തായി എന്നൊക്കെ ചോദിച്ചു. എന്താ അച്യുതേട്ടാ, അപ്പൊ ഇത്ര പെട്ടെന്ന് നീ അതൊക്കെ മറന്നുപോയോ? ഗോമതിയുടെ പേരിൽ കിടക്കുന്ന സ്ഥലവും വീടും ഒക്കെ എഴുതി മേടിക്കുന്ന കാര്യം. ഓ അതോ, ആ അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം, ഞാൻ അതൊന്നും മറന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു. അല്ല നിന്റെ പ്ലാൻ എന്താ, അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞു. പ്ലാനോ? അതൊക്കെ ഉണ്ട്. എൻ്റെ പ്ലാൻ ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് പുറത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് സംഭവം നടന്നു കിട്ടിയ പോരെ, കാര്യം നടന്നു കിട്ടിയ പോരെ, നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞു, എന്നാലും നിന്റെ മനസ്സിലുള്ള ഐഡിയ എന്താണെന്ന് ഞങ്ങളും കൂടെ അറിയണ്ടേ, നല്ലതാണോ എന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. നല്ലതാണേലും ചീത്തയാണെങ്കിലും നിങ്ങൾക്കൊരു തട്ടുകേടും വരാൻ പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കുക. ഗോമതി ചേച്ചിയുടെ പേരിലുള്ള സ്വത്തുവകളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് എഴുതി കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല, അറിയാലോ. ഒന്നെങ്കിൽ പകുതി സ്വത്തുക്കൾ, അല്ലെങ്കിൽ അതിന് ചേരുന്നത്ര പണം എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ പണമൊക്കെ തരാം, പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യം നീ നടത്തി തരണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു, ഈ സുകന്യ ഒരു വാക്ക് പറഞ്ഞ വാക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് സുകന്യ അകത്തേക്ക് കയറി പോകുമ്പോഴത്തേനും അച്യുതൻ രാജശ്രീയോട് പറഞ്ഞു, അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ചെയ്തു തരൂന്നൊക്കെ, പക്ഷെ ഇതിനകത്തൊക്കെ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതെന്താ? അല്ല അവളുടെ പ്ലാനും പദ്ധതി എന്താണെന്ന് അറിയില്ല, അവളൊന്നും വിട്ടു പറയുന്നില്ല. നമ്മളെ ചതിക്കാനോ മറ്റോ പുറപ്പാടാണെന്ന് അറിയില്ല. പിന്നെ നമ്മളെ ചതിക്കാനാണെങ്കിൽ അവൾക്കിട്ട് തന്നെ നമ്മൾ തിരിച്ചു പണി കൊടുക്കും. പിന്നെ അവൾക്കിട്ടുള്ള പണിയല്ലേ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അച്യുതേട്ടാ. അവൾക്ക് പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറ്റിക്കത്തല്ലേ ഉള്ളൂ, നമ്മളൊന്നും കൊടുക്കത്തില്ലോ എന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, അതങ്ങനെ തന്നെ വേണം, അവസാനം നമുക്കിട്ട് പണി തരായിരുന്നാ മതി. രാജോമ്പാലയ്ക്കാണോ നമ്മൾ ഇത്രയും കാലം പാല് കൊടുത്തതെന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ അച്യുതൻ പറയണ. രാജശ്രീ പറഞ്ഞു, ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട, എന്താണെങ്കിലും സുകന്യ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ രാജശ്രീ പറഞ്ഞു. രാജശ്രീയുടെ മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് സുകന്യ ഇങ്ങനെ പോയി ആലോചിച്ചു, കുറെ പൈസ കിട്ടും, എന്താണെങ്കിലും എന്തേലും തന്ത്രം പ്രയോഗിച്ച് ഗോമതി ചേച്ചിയുടെ പേരിലുള്ള സ്വത്തുവകളൊക്കെ അവരുടെ പേരിലേക്ക് മാറ്റി കൊടുക്കണം. പക്ഷേങ്കിൽ തനിക്ക് പകുതി സ്വത്ത് കിട്ടണം, അല്ലെങ്കിൽ അതിനുള്ള പൈസ. അങ്ങനെ പൈസ കിട്ടുവാണെങ്കിൽ അത് വെച്ച് ബിസിനസ് തുടങ്ങാം. ഒരു പക്ഷേങ്കിൽ ശ്രീദേവിയുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, വലിയ ബിസിനസ്മാൻ ആണല്ലോ ഉദയഭാനു സാറിനെ ഒന്ന് പോയി കാണണം, ബിസിനസ്സെ കുറിച്ചൊക്കെ സംസാരിക്കണം. ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ സാർ ഒരു പക്ഷേ സഹായിക്കും. പിന്നെ പണത്തിന്റെ കാര്യം, പണം എന്താണെങ്കിലും കിട്ടുമല്ലോ, രാജശ്രീ ചേച്ചിയും അച്യുതാരനും ഒക്കെ പണം തരും. ആ ഒരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. നാളെ എങ്ങനെ അവിടേക്ക് പോകണം എന്നൊരു ചിന്ത. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സുകന്യ രാവിലെ ഒരുങ്ങുന്ന കണ്ടപ്പോഴത്തേനും ഗോമതി വന്നിട്ട് ചോദിച്ചു, അല്ല സുകന്യ, നീ ഇതെങ്ങോട്ടാ രാവിലെ ഒരുങ്ങി? അതെ, എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. കല്യാണമോ? അതെ കല്യാണം ഉണ്ട്, അപ്പൊ എനിക്ക് കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞു. ആണോ? ആഹാ, എന്നാ ശരി പോയിട്ട് വരാൻ പറയണം. സുകന്യ അത് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നേ. ധർമ്മനോട് ഗോമതി ചോദിച്ചു, എന്താടാ നീ കല്യാണത്തിന് പോയിരുന്നെന്ന് ചോദിച്ചു. ആ പെങ്കൊച്ചിനെ തനിച്ചു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഏത് കല്യാണത്തിന്? എവിടെ കല്യാണം? ഓഹോ, അപ്പം മാമനൊന്നും അറിഞ്ഞില്ലേന്ന് മീനാക്ഷി ചോദിച്ചു. മീനാക്ഷി ഓഫീസിലേക്ക് പോകാനിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ധർമ്മൻ ഇത് പറയണേ. ഞാനൊന്നും അറിഞ്ഞില്ലോ എന്ന് പറഞ്ഞു. ചുമ്മാ കള്ളത്തരം പറയരുത്. ഇല്ലാന്നേ, ആരുടെ കല്യാണമെന്ന് ചോദിച്ചു. അല്ല സുകന്യയുടെ ഏതോ ഒരു ഫ്രണ്ടിന്റെ കല്യാണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ കരുതി നീ അറിഞ്ഞു കാണുമായിരിക്കുന്നു. ഞാൻ ഓർത്ത് നീ അറിഞ്ഞിട്ട് എന്താ ആ കൊച്ചിനെ തനിച്ചു വിട്ടേന്ന്. അത് പിന്നെ ചേച്ചി ഞാന്. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, എന്താ മാമ? അല്ല അത് പിന്നെ സുകന്യ എപ്പോഴും എന്നോട് പറഞ്ഞായിരുന്നു, ഞാൻ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് അങ്ങ് മറന്നു. പിന്നെ അത് മാത്രമല്ല, കടയിൽ നല്ല തിരക്കുണ്ടല്ലോ, ഗോമതിയെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ധർമ്മൻ അങ്ങനെ പറയണത്. തിരക്കുള്ളതുകൊണ്ട് പിന്നെ കടയിലേക്ക് പോകണമല്ലോ, ഇത്ര നാളെ ലീവ് അല്ലായിരുന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാണ് ധർമ്മന്.
ധർമ്മൻ ആലോചിച്ചു, സുകന്യ എന്തുകൊണ്ടായിരിക്കും തന്നോട് കല്യാണക്കാര്യത്തെക്കുറിച്ച് പറയാതിരുന്നേ? അവള് തനിച്ചു പോയിരിക്കുക. ഒന്നുമല്ലേലും തന്നോടൊന്ന് ചോദിക്കണമായിരുന്നു, പെർമിഷൻ മേടിച്ചിട്ട് വേണമായിരുന്നു പോവാനായിട്ട്. അങ്ങനെയൊക്കെ ഒരു ചിന്ത ധർമ്മന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇതത്ര ശരിയായ നടപടിയല്ലല്ലോ. എവിടെയെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞിട്ട് പോകണ്ടേ, ഇങ്ങോട്ട് വരട്ടെ, വന്നു കഴിയുമ്പോൾ ചോദിക്കാന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ആ സമയം കല്യാണം ഉണ്ടെന്നും പറഞ്ഞ് സുകന്യ നേരെ പോന്നെ ഉദയഭാനുവിന്റെ വീട് ലക്ഷ്യം വെച്ചാണ്. ഉദയഭാനുവിനെ അതുപോലെ തന്നെ ശ്രീകലയും കാണണം, അതായിരുന്നു മനസ്സിലുള്ള ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത്. ഇതേ സമയത്ത് ഉദയഭാനു എന്ത് ചെയ്തു? പുറത്തിറങ്ങിയതാണ്. സിറ്റിക്ക് വന്ന സമയത്താണ് അതിലൂടെ നടന്നു വരുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഉദയഭാനു ഞെട്ടി. ഇത് അവളല്ലേ, ആ സുകന്യ? ദൈവമേ, ചതിച്ചല്ലോ എന്റെ ഭഗവാനെ. വിഗ് പോലും വെച്ചിട്ടില്ല. ഉദയഭാനു പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറി. ഇവളിത് എങ്ങോട്ടാ? ഒരു ഐഡിയയും കിട്ടുന്നില്ലോ. ഓ, ഇവളുടെ എങ്ങാനും കൈ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ സുകന്യ നേരത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാ വീട്, എന്താ കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? നേരെ ഉദയഭാനുവിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കോളിംഗ് ബെൽ അടിക്കുക. ആ സമയത്ത് ശ്രീകല അങ്ങോട്ടേക്ക് വന്ന് ജനലിൽ നോക്കും, ആരാന്നോ. നോക്കിക്കഴിഞ്ഞപ്പോ സുകന്യ കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് ഞെട്ടി. ഇവളെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ? ദൈവമേ, പെട്ടെന്ന് സാരിയൊക്കെ മാറണല്ലോ എന്ന് കരുതിയിട്ട് അകത്തേക്ക് കയറി ഓടുവാണ്. അകത്തേക്ക് കയറി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന കിട്ടിയ ഗോൾഡ് കവറിംഗ് ഒക്കെ എടുത്ത് ധരിച്ചു. പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് ചെയ്യും മിനിക്ക് ഒന്നിതായിട്ട് ഹാളിലേക്ക് വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും കഥവ് തുറക്കാതിരുന്ന് കഴിഞ്ഞപ്പോൾ സുകന്യ ഓർത്തു, ഇതെന്താ ആരും കഥവ് തുറക്കാതിരിക്കുന്നേ? ഇവിടെ ആരും ഇല്ലേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ദേവിയെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? ശ്രീദേവിയെ വിളിക്കുകയാണ്. ശ്രീദേവിയെ സുകന്യ വിളിച്ചു. സുകന്യ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ദേവി, ദേവിയുടെ അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ലേന്ന് ചോദിച്ചു. അല്ല, എന്താ സുകന്യ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അത് പിന്നെ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിച്ചിട്ട് ഇവിടെ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവി പറഞ്ഞു, അല്ല അച്ഛനും അമ്മയും അവിടെ കാണുമല്ലോ എന്ന് പറഞ്ഞു. ദേവിക്ക് ആകെപ്പാട് ടെൻഷനായി, എന്താ ഏതാ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. അങ്ങനെ സുകന്യ പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ കോളിംഗ് ബെൽ അടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ സമയം ശ്രീദേവി ഓർത്തു, ഇവരെന്തിനായിരിക്കും പോലും അങ്ങോട്ടേക്ക് പോയത്? അപ്പോഴാണ് മിത്ര അങ്ങോട്ട് വരുന്നത്. മിത്ര വന്നിട്ട് ചോദിച്ചു, എന്താ ദേവി ചേച്ചിന്ന് ചോദിച്ചു. അല്ല, സുകന്യ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന്. വീട്ടിലോ? അതെന്തിനാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ദേവി ചേച്ചി ചിലപ്പോഴേ സുകന്യ ചേച്ചി കല്യാണത്തിന് പോയിക്കല്ലേ. ദേവി ചേച്ചിയുടെ വീടിന്റെ ആ പരിസരത്ത് എവിടെയാണെന്ന് തോന്നുന്നത്. സുകന്യ ചേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട് അവിടെയാണ് കല്യാണം കൂടാൻ പോയിരിക്കുന്നത്. ചിലപ്പോഴേ അവിടെ പോയ സമയത്ത് ദേവി ചേച്ചിയുടെ വീട് അവിടെയാന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിയതായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ശ്രീദേവിയുടെ ചങ്കിടന്ന് പടപട ഇടിച്ചു. ദൈവമേ, ഇനി എങ്ങാനും അങ്ങോട്ടേക്ക് ചെന്ന് കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അച്ഛനെ അമ്മയൊന്ന് വിളിച്ചു പറഞ്ഞാലോ? പക്ഷെ ഈ സമയത്ത് എങ്ങാനും അവര് കഥ തുറന്നിട്ടുണ്ടെങ്കിൽ പണിയാവൂലോ. ദേവിയുടെ ഉള്ള സമാധാനം കൂടെ പോവാണ്. ആ സമയം സുകന്യ വീണ്ടും കോളിംഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകലയ്ക്കാണ് നല്ല ദേഷ്യമാണ്. ഈ പെണ്ണെന്തിനെ ഇങ്ങനെ കിടന്ന് അടിക്കണേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഒടുവില് ശ്രീകല എന്ത് ചെയ്തു? ഒരുങ്ങി പുറത്തേക്ക് വന്ന് അങ്ങനെ കഥവ് തുറക്കുവാണ്. കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകല പറഞ്ഞു, ആഹാ, ഇതാര്? സുകന്യ മോള, എന്താ വിശേഷിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ബാ കയറി വന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുകന്യ അകത്തേക്ക് വിളിച്ചു. സുകന്യ വീടൊക്കെ നോക്കി, കൊള്ളാം, വലിയ വീടാ, 2 നില വീടൊക്കെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ. എന്താ മോളെ ഒരു മുന്നറിയിപ്പ് ഇല്ലാന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ എനിക്കിവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ദേവിയുടെ വീട് ഇവിടെയാണല്ലോ എന്ന് ഞാൻ ഓർത്തെ. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നാ. അല്ല, അങ്കിൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അതെ, ഉദയേട്ടൻ ഇവിടെ ഇല്ല, ഉദയേട്ടന് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പുറത്ത് പോയേക്കോന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീകല വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദയഭാനുവിനോട്, ആ സുകന്യ വന്നിട്ടുണ്ട്, ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന്. കാരണം വരുവാണെങ്കിൽ തന്നെ പിന്നാമ്പുറത്തോടെ ഞാനും വരണം, വിഗും കാര്യങ്ങളൊന്നും ഇല്ലാതല്ലേ പുറത്ത് പോയിരിക്കുന്നേ. പക്ഷേ സുകന്യയോട് പറഞ്ഞു, മോളിരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകല അകത്തേക്ക് പോയി. പിന്നീട് കുടിക്കാൻ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് സുകന്യ അവിടെയൊക്കെ നോക്കുകയാണ്. മൊത്തത്തിൽ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നീട് വന്നിങ്ങനെ സ്ത്രീകൾ സംസാരിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് സുകന്യ ഓർത്തു, ഉദയഭാനു സാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ, പൈസ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. ആ സമയത്ത് ശ്രീകലയ്ക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.